ദേവമംഗള അസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ദേവമംഗള അസ്ട്രോമീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ നക്ഷത്ര ദശാകാലം, ദശാഫലം, ദശാദോഷ പരിഹാരം എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. വിശാഖം നാളുകാർ ജനിക്കുന്നത് വ്യാഴദശയിലാണ്. 16 വർഷക്കാലമാണ് വ്യാഴദശ. എന്നാൽ നക്ഷത്രം തുടങ്ങുന്ന സമയത്താണ് നിങ്ങളുടെ ജനനമെങ്കിൽ മാത്രമേ ഈ 16 വർഷക്കാലം പൂർണ്ണമായും അനുഭവയോഗ്യമാകൂ. ഒരു നക്ഷത്ര ദൈർഘ്യമെന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അതനുസരിച്ച് നക്ഷത്രം മുന്നോട്ട് പോകും തോറും ദശാവർഷം കുറഞ്ഞു വരും. ഉദാഹരണമായി, വിശാഖ നക്ഷത്രം തുടങ്ങി 10 മണിക്കൂർ കഴിഞ്ഞാണ് നിങ്ങളുടെ ജനനമെങ്കിൽ വ്യാഴദശ നിങ്ങൾക്ക് കിട്ടുന്നത് 9 വർഷവും 4 മാസവും മാത്രമായിരിക്കും. ഇതിനെ ജന്മശിഷ്ട നക്ഷത്രദശ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ തലക്കുറയിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടാകും ജന്മശിഷ്ട നക്ഷത്രദശ ഇത്ര വർഷം, ഇത്ര മാസം, ഇത്ര ദിവസമെന്ന്. ആദ്യ ദശയ്ക്ക് മാത്രമായിരിക്കും ഇത് ബാധകം. പിന്നീട് വരുന്ന ഓരോ ദശയ്ക്കും അവയ്ക്ക് പറഞ്ഞിട്ടുള്ള ദശാകാലം പൂർണ്ണമായി അനുഭവത്തിൽ വരും. വിശാഖ നാളുകാരികളുടെ ആദ്യ ദശ വ്യാഴദശയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ആദ്യ ദശയായ വ്യാഴദശ ജന്മശിഷ്ടം എത്ര ബാക്കിയുണ്ടോ അതായിരിക്കും അനുഭവത്തിൽ വരിക. ഇതിനെ ജന്മ നക്ഷത്രാധിപദശ എന്നാണ് പറയുക. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ദശാകാലം. ആദ്യഘട്ടം കുറച്ച് ദോഷഫലങ്ങൾ അനുഭവപ്പെടുമെങ്കിലും പിന്നീടുള്ള വ്യാഴദശാകാലം പൊതുവെ ഗുണകരമായിരിക്കും. വ്യാഴദശയുടെ ആദ്യഘട്ടം ജാതകയ്ക്ക് പലവിധത്തിലുള്ള ബാലാരിഷ്ടതകളും കഫജന്യ രോഗങ്ങളും, മാതാപിതാക്കൾക്ക് പലവിധത്തിലുള്ള അലച്ചിലുകളും, കുടുംബത്തിൽ ചെറിയ സ്വസ്ഥതക്കുറവും, ധനപരമായ ചില ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുണ്ട്. എങ്കിലും പിന്നീട് ദോഷഫലങ്ങൾ കുറഞ്ഞു ഗുണഫലങ്ങൾ അനുഭവയോഗ്യമാകും. മാതൃസൗഖ്യം, പലവിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ, വസ്ത്രാഭരണങ്ങളുടെ ലാഭം, വിദ്യാ അഭിവൃദ്ധി എന്നിവയും മാതാപിതാക്കൾക്കും കുടുംബത്തിലും സൗഭാഗ്യങ്ങൾ, ധനലാഭം, സൗഖ്യം, സന്തോഷം, അഭിവൃദ്ധി എന്നീ ഗുണഫലങ്ങളും കൈവരും. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം ഉച്ചക്ഷേത്രം, മൂലക്ഷേത്രം, സ്വക്ഷേത്രം, ബന്ധുക്ഷേത്രം, വക്രം എന്നീ സ്ഥിതിയിലാണ് നിൽക്കുന്നതെങ്കിൽ വളരെ ശോഭനവും ശ്രേഷ്ഠവുമായ ഫലങ്ങൾ വ്യാഴദശകാലത്ത് നിങ്ങൾക്ക് അനുഭവയോഗ്യമാകും. എന്നാൽ വ്യാഴം നിങ്ങളുടെ ജാതകത്തിൽ നീചൻ അല്ലെങ്കിൽ മൗഢ്യം, ദുസ്ഥാനാധിപത്യം, കേന്ദ്രാധിപത്യം എന്നീ സ്ഥിതിയിൽ ബലഹീനനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഗുണഫലങ്ങൾക്ക് കുറവ് വരികയും പലവിധത്തിലുള്ള ദൗർഭാഗ്യങ്ങളും അനുഭവപ്പെട്ടേക്കും. വ്യാഴദോഷ ശാന്തിക്കായി മഹാവിഷ്ണുവിനെ നിത്യം ഭജിക്കുന്നതും, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് തുളസിമാലയും പാൽപ്പായസ നിവേദ്യവും വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും, ഗുരുവായൂരപ്പന് കൃഷ്ണാട്ടം വഴിപാട് നടത്തുന്നതും ദോഷപരിഹാരമാണ്. വിശാഖം നാളുകാരുടെ രണ്ടാമത്തെ ദശ ശനിദശയാണ്. 19 വർഷക്കാലമാണ് ശനിദശ. ഇതിനെ സമ്പന്ന നക്ഷത്രദശ എന്നാണ് പറയുക. ഗുണദോഷ സമ്മിശ്രമായ കാലമാണെങ്കിലും ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്ന കാലം കൂടിയാണ്. ശനി ഒരു പാപഗ്രഹമാണെങ്കിൽ പോലും ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും. തുലാക്കൂറുകാരായ വിശാഖ നക്ഷത്രക്കാർക്ക് രാജയോഗകാരകനാണ് ശനി. എന്നാൽ വൃശ്ചികക്കൂറുകാരായ വിശാഖ നാളുകാർക്ക് അശുഭനുമാണ് ശനി. ശനി പാപനും തമശക്തിയുള്ള ഗ്രഹവുമാണ്. ശനി ദശാകാലത്ത് പലതരം പരീക്ഷണങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. നിങ്ങളുടെ ജാതകത്തിൽ ശനി ദുസ്ഥാനസ്ഥിതനോ ദുർബലനോ ആണെങ്കിൽ ശനി ദശാകാലത്ത് വിദ്യാതടസ്സം, കർമ്മഭംഗം, ഭാഗ്യദോഷം, അലസത, പലവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെ അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം. എന്നാൽ ശനി നിങ്ങളുടെ ജാതകത്തിൽ ബലവാനാണെങ്കിൽ വിദ്യാഭിവൃദ്ധി, ഉദ്യോഗലബ്ധി, സ്ഥാനപ്രാപ്തി, മനോസുഖം, ഭൂമിലാഭം, കൃഷിലാഭം, വിദേശയാത്രായോഗം, സമുദായ മേധാവിത്വം, സുഖവും സൗഭാഗ്യവും കൈവരും. ശനിദോഷ പരിഹാരമായി ശാസ്താവിനെയും ശിവനെയും ഹനുമാൻ സ്വാമിയെയും ഭജിക്കുന്നതും, നീരാഞ്ജനം, എള്ളുതിരി എന്നിവ സമർപ്പിക്കുന്നതും, അരയാൽ പ്രദക്ഷിണം നടത്തുന്നതും, വൃദ്ധരെയും നിരാലംബരെയും സഹായിക്കുന്നതും, അന്നദാനവും വസ്ത്രദാനവും നടത്തുന്നതും ഗുണകരമാണ്. വിശാഖം നാളുകാരുടെ മൂന്നാമത്തെ ദശ ബുധദശയാണ്. 17 വർഷക്കാലമാണ് ബുധദശ. ഇതിനെ വിഭിന്ന നക്ഷത്രദശ എന്ന് പറയുന്നു. നിങ്ങളുടെ ജാതകത്തിൽ ബുധൻ ബലവാനാണെങ്കിൽ പൊതുവെ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ഉന്നത വിദ്യായോഗം, ധനലാഭം, ഭാഗ്യാഭിവൃദ്ധി, ഗ്രഹലാഭം, കീർത്തി,
ഭൂമിലാഭം, ക്രയവിക്രയങ്ങളിൽ ലാഭം, യശസ്സ്, സാഹിത്യരംഗത്തെ അംഗീകാരം എന്നീ ഗുണഫലങ്ങൾ കൈവരും. എന്നാൽ ബുധന് ഇടയ്ക്ക് മൗഢ്യം ബാധിക്കുന്ന ഗ്രഹം കൂടിയായതിനാൽ ഫലങ്ങൾ കൂടിയും കുറഞ്ഞും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ ബുധൻ നിങ്ങളുടെ ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ പൂർണ്ണമായി അനുഭവയോഗ്യമാകില്ല എന്ന് മാത്രമല്ല ദോഷഫലങ്ങളും ഉണ്ടാക്കും. ബുധദോഷ പരിഹാരമായി ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്നീ അവതാരമൂർത്തികളെ ഭജിക്കുന്നതും ഗുരുവായൂർ, തൃപ്രയാർ എന്നീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമ ജപവും ഉത്തമം. വിശാഖം നാളുകാരുടെ 4ാമതായി വരുന്ന ദശ കേതുർദശയാണ്. 7 വർഷക്കാലമാണ് കേതുർദശ. ഇതിനെ ക്ഷേമ നക്ഷത്രദശ എന്ന് പറയും. കേതു ഒരു പാപഗ്രഹമാണെങ്കിലും വിശാഖം നാളുകാർക്ക് ദോഷങ്ങളെക്കാളേറെ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും. നിങ്ങളുടെ ജാതകത്തിൽ കേതു ബലവാനാണെങ്കിൽ സുഖം, ഐശ്വര്യം, ധനലാഭം, വിജയം, സഹോദര ഗുണം, കളത്രപുത്രസുഖം, ഉദ്യോഗമേധാവിത്വം എന്നീ ഗുണഫലങ്ങൾ അനുഭവയോഗ്യമാകും. എന്നാൽ കേതു നിങ്ങളുടെ ജാതകത്തിൽ ദുർബലനും ദുസ്ഥാനസ്ഥിതനുമാണെങ്കിൽ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾ പൂർണ്ണമായി അനുഭവത്തിൽ വരില്ല എന്നു മാത്രമല്ല ദോഷഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. കേതുർദോഷ പരിഹാരമായി മഹാഗണപതിയെയും ചാമുണ്ടിയെയും ഭജിക്കുന്നതും കേതു അഷ്ടോത്തരി ദിവസവും ജപിക്കുന്നതും കുടുംബദേവത പ്രീതി വരുത്തുന്നതും ഉത്തമം. വിശാഖം നാളുകാരുടെ 5ാമതായി വരുന്ന ദശ ശുക്രദശയാണ്. 20 വർഷക്കാലമാണ് ശുക്രദശ. ഇതിനെ പ്രത്യര നക്ഷത്രദശ എന്നാണ് പറയുക. ഏകദേശം മധ്യവയസ്സ് മുതൽ വാർദ്ധക്യം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ദശ കൂടിയാണിത്. ശുക്രൻ നിങ്ങളുടെ ജാതകത്തിൽ ബലവാനായിരുന്നാൽ ശുക്രദശാകാലം ശോഭനമായിരിക്കും. ഭാര്യപുത്രാദി സൗഖ്യം, കാര്യങ്ങളിൽ വിജയം, ധനവർദ്ധനവ്, ദാമ്പത്യസുഖം, സന്താനങ്ങളെ കൊണ്ട് സൗഖ്യം, വാഹനലാഭം, ബഹുജനസമ്മതി എന്നീ ഗുണഫലങ്ങൾ അനുഭവയോഗ്യമാകും. എന്നാൽ ശുക്രൻ നിങ്ങളുടെ ജാതകത്തിൽ ദുർബലനോ ദുസ്ഥാനസ്ഥിതനോ ആണെങ്കിൽ പലവിധത്തിലുള്ള ദോഷഫലങ്ങളും അനുഭവപ്പെടും. മാനഹാനി, മോശമായ അനുഭവങ്ങൾ, അവിഹിത ബന്ധങ്ങൾ കൊണ്ടുള്ള പേരുദോഷം, മനക്ലേശം എന്നിവ അനുഭവപ്പെട്ടേക്കാം. തുലാക്കൂറുകാരായ വിശാഖം നക്ഷത്രക്കാർക്ക് ശുക്രൻ ഗുണവാനാണെന്നതിനാൽ വിശാഖം നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങളിൽ ജനിച്ചവർക്ക് ശുക്രദശ പൊതുവെ ഗുണങ്ങളുടെ കാലമായിരിക്കും. എന്നാൽ വൃശ്ചികക്കൂറുകാരായ വിശാഖം നാളുകാർക്ക്, അതായത് 4ാം പാദക്കാരായ വിശാഖം നാളുകാർക്ക് ശുക്രദശ അത്ര ഗുണകരമായിരിക്കില്ല. ശുക്രദശ ദോഷശാന്തിക്കായി മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി തുടങ്ങിയ ദേവതകളെ ഭജിക്കുന്നതും ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വെള്ളിയാഴ്ചയും വിശാഖം നാളും ചേർന്ന് വരുന്ന ദിവസം വ്രതമെടുക്കുന്നതും പരദേവതാപ്രീതി വരുത്തുന്നതും ഉത്തമം. വിശാഖം നാളുകാരുടെ 6ാമത്തെ ദശ ആദിത്യ ദശയാണ്. 6 വർഷക്കാലമാണ് ആദിത്യ ദശ. ഇതിനെ സാധക നക്ഷത്രദശ എന്ന് പറയും. ആദിത്യൻ ഒരു പാപഗ്രഹമായതിനാൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ദശാകാലം. എങ്കിലും ഗുണാധിക്യം ആയിരിക്കും കൂടുതൽ അനുഭവപ്പെടുക. പിതൃസ്വത്ത് കൈവശം വന്നുചേരും, പലവിധത്തിലുള്ള ധനലാഭം, പ്രവർത്തന രംഗത്ത് കീർത്തി, സജ്ജന സഹവാസം എന്നീ ഗുണഫലങ്ങൾ അനുഭവയോഗ്യമാകും. എന്നാൽ ആദിത്യൻ നിങ്ങളുടെ ജാതകത്തിൽ ദുർബലനാണെങ്കിൽ പിതാവിന് പലവിധത്തിലുള്ള ദുരിതങ്ങൾ, നേത്രരോഗം, രോഗാദി ദുരിതങ്ങൾ, പലവിധത്തിലുള്ള അലച്ചിലും അരിഷ്ടതകളും ധനനാശം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ദോഷശാന്തിക്കായി ആദിത്യമന്ത്രവും സൂര്യഗായത്രി ജപിക്കുന്നതും ശിവഭജനവും ശിവങ്കൽ കൂവളമാലയും ധാരയും വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും അരയാൽ പ്രദക്ഷിണവും സഹസ്രനാമ പാരായണവും ഉത്തമം. വിശാഖം നാളുകാരുടെ 7ാമതായി വരുന്ന ദശ ചന്ദ്രദശയാണ്. 10 വർഷക്കാലമാണ് ചന്ദ്രദശ. ഇതിനെ വധനക്ഷത്രദശ എന്നാണ് പറയുക. ഭാഗ്യനിർഭാഗ്യങ്ങളുടെ കാലമായിരിക്കും ഈ ദശാകാലം. ചന്ദ്രൻ്റെ പക്ഷബലമനുസരിച്ച് ഫലങ്ങൾ ഏറിയും കുറഞ്ഞും അനുഭവയോഗ്യമാവും. കഫജന്യ രോഗങ്ങൾ, മനസ്സിന് അസ്വസ്ഥത, ഔഷധം മാറിക്കഴിക്കുന്നത് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മാതൃസ്ഥാനീയരായവർക്ക് രോഗാതി ദുരിതങ്ങൾ. എന്നാൽ ചന്ദ്രൻ നിങ്ങളുടെ ജാതകത്തിൽ ബലവാനാണെങ്കിൽ ദോഷഫലങ്ങൾക്ക് കാഠിന്യമുണ്ടാകില്ല. ചന്ദ്രദോഷശാന്തിക്കായി ദുർഗാ ഭഗവതിയെയും ഭദ്രകാളിയെയും കുടുംബ പരദേവതയെയും ഭജിക്കുന്നതും ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതും ഉത്തമം. വിശാഖം നാളുകാർക്ക് 8ാമത്തെ ദശ കുജദശയും 9ാമത്തെ ദശ രാഹുർദശയുമാണ്. ഇതിനെ മൈത്ര നക്ഷത്രദശയെന്നും പരമ മൈത്ര നക്ഷത്രദശയെന്നും പറയുന്നു. പൊതുവെ നല്ല ഫലങ്ങളായിരിക്കും എങ്കിലും
ഏകദേശം ചൊവ്വാദശയുടെ ആരംഭത്തിൽ തന്നെ നവതിയോട് അടുത്തിരിക്കും പ്രായം. പരസഹായം വേണ്ടിവരുന്ന ഒരു കാലമായിരിക്കും. അതിനാൽ ഈ 2 ദശാകാലങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നത് ഉചിതമായിരിക്കില്ല. ശിവഭജനവും ഭാഗവത പാരായണം ഇക്കാലയളവിൽ ഉത്തമം. വിശാഖം നാളുകാരികളുടെ മറ്റു പൊതുവായ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ അലസതയുണ്ടാകുമെങ്കിലും ഭൂരിപക്ഷം പേരും ഉന്നത വിദ്യ കരസ്ഥമാക്കുമെങ്കിലും ചിലർ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് വലിയ കാരണം കൂടാതെ നിർത്തുന്നവരായിരിക്കും. ഇവരുടെ മാതാപിതാക്കൾ ഉന്നത ശ്രേണിയിലുള്ളവരായിരിക്കും. മാതാവിൽ നിന്ന് സമ്മിശ്ര ഫലങ്ങളും പിതാവിൽ നിന്ന് കൂടുതൽ ഗുണഫലങ്ങളും ഇവർക്ക് അനുഭവയോഗ്യമാകും. സന്താനങ്ങളെ അധികമൊന്നും സ്നേഹിച്ചു വഷളാക്കുന്നവരല്ല ഇവർ. അതിനാൽ ഇവരിൽ നിന്ന് സന്താനങ്ങൾക്ക് വലിയ സ്നേഹമൊന്നും കിട്ടിയെന്ന് വരില്ല. അതിനാൽ ഗ്രഹാന്തരീക്ഷം മിക്കവാറും മൂകമായിരിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര ഊഷ്മളമായിരിക്കില്ല. തട്ടിയും മുട്ടിയും പോകുന്ന വിധത്തിലുള്ളതായിരിക്കും. ഇവർക്ക് സഹോദരങ്ങളുമായി അത്ര ഊഷ്മള ബന്ധമായിരിക്കില്ല ഇവരുടേത്. അതും ഈ പറഞ്ഞ പോലെ തട്ടിയും മുട്ടിയും അങ്ങനെ പോകുന്നതായിരിക്കും. വിശാഖം നാളുകാരികളുടെ മുഖ്യ ശത്രുക്കൾ അവർ തന്നെയായിരിക്കും. അതല്ല, ഇനി വേറെ ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ മാന്യമായ ഉന്നത ശ്രേണിയിലുള്ളവരായിരിക്കും ഇവരുടെ ശത്രുക്കൾ. വിശാഖം നാളുകാരികളുടെ പൊതുവായ ദശാകാലം, ദശാഫലം, ദശാദോഷ പരിഹാരം എന്നിവയെക്കുറിച്ചാണ് പറഞ്ഞത്. എങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗ്രഹസ്ഥിതിയിലെ വ്യത്യാസമനുസരിച്ച് ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിൽ അനുഭവപ്പെട്ടേക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.